എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ വൺ പീസിൽ നടന്നിട്ടുള്ള നമ്മുടെ ഗോഡ് വാലി ഇൻസിഡൻറ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ വൺ പീസിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഇൻസിഡൻറ്റ് തന്നെയാണ് ഈ ഗോഡ് വാലി ഇൻസിഡൻറ്റ്. എന്നാൽ ഈ ഗോഡ് വാലി ഇൻസിഡൻറ്റ് എന്തിനു വേണ്ടിയാണ് നടന്നതെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വൺ പീസ് ഹിസ്റ്ററിയിൽ തന്നെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഇവൻ്റാണ് നമ്മുടെ ഗോഡ് വാലി ഇൻസിഡൻറ്റ്. ഗോഡ് വാലി ഇൻസിഡൻറ്റിൻ്റെ പല ഭാഗങ്ങളും ഇതുവരെ റിവീൽ ആയിട്ടുണ്ടെങ്കിലും അത് മുഴുവനായിട്ട് നമുക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ നമ്മുടെ വൺ പീസ് പോകുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ ഗോഡ് വാലിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റിയേക്കും. നമ്മുടെ ഗോഡ് വാലിനെ കുറിച്ച് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഗോഡ് വാലി ഇൻസിഡൻറ്റ് നടക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന്. അതും ഇതുവരെ റിവീൽ ആയിട്ടില്ല. പല തിയറീസിലും പല കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ചാപ്റ്റർ 1157 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലുള്ള ഒരാളാണ് നമ്മുടെ ഗോഡ് വാലി ഇൻസിഡൻറ്റിന് കാരണമായതെന്നാണ് ഇപ്പോഴുള്ള തിയറിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തിയറിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ഗാർബ് പറയുന്നുണ്ട് നമ്മുടെ ഗോഡ് വാലി നടക്കാൻ മെയിനായിട്ടുള്ള കാരണം ഹാച്ചിനോസിലുള്ള ഒരു ട്രഷർ നമ്മൾ ഗോഡ് വാലി നടക്കുന്ന ഐലൻഡിൽ കൊണ്ടുവന്നതുകൊണ്ടാണ് അവിടെ റോക്സ് പാരറ്റ്സ് ഒക്കെ അവിടെ വന്നതെന്ന്. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ചാപ്റ്ററിലാണെങ്കിൽ നമ്മുടെ ഷാക്കി ഹാച്ചിനോസിലേക്ക് വരികയും അവിടെ ഒരു ബാർ ഓപ്പൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആയിക്കോട്ടെ നമ്മുടെ അവിടെയുള്ള എല്ലാ പൈററ്റ്സും അതുപോലെ തന്നെ റോക്സ്, വൈറ്റ് ബീഡ് ഇവരെല്ലാം തന്നെ നമ്മുടെ ഷാക്കിനെ കണ്ട് ഷാക്കിനെ ഒരുപാട് ഇഷ്ടമായി അവരുടെ ഹൃദയം പുറത്തേക്ക് വരുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ ഷാക്കി ഒരുപാട് ടൈം നമ്മുടെ ഹാച്ചിനോസിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. അതുമാത്രമല്ല ഈ ചാപ്റ്ററിൽ മെൻഷൻ ചെയ്യുന്നത് കാണാം ഷാക്കി ദ ട്രഷർ ഓഫ് ഹാച്ചിനോസു എന്ന്. അപ്പോൾ ഇങ്ങനെ മെൻഷൻ ചെയ്തത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഷാക്കി ആയിരിക്കാം നമ്മുടെ ഗാർബ് മെൻഷൻ ചെയ്ത ആ ട്രഷർ. ഒരു പക്ഷേ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് നമ്മുടെ ഷാക്കിനെ അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്യുകയോ അതിനുശേഷം നമ്മുടെ ഗോഡ് വാലിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ കോൺടെസ്റ്റിലേക്ക് നമ്മുടെ ഷാക്കിനെയും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മുടെ ഷാക്കിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ റോക്സ് പാരറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ ഗോഡ് വാലിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ ഗോഡ് വാലി ഇൻസിഡൻറ്റ് നടന്നതെന്നാണ് നമ്മുടെ ഈ തിയറി പറഞ്ഞിട്ടുള്ളത്. ഈ തിയറി സത്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് സത്യമാവാൻ നല്ല ചാൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ എന്തായാലും അറിയാൻ പറ്റും. അല്ലാതെ നമ്മുടെ ഷാക്കിനെ അവിടെ ഹാച്ചിനോസിലേക്ക് കൊണ്ടുവന്ന് ട്രഷർ ഓഫ് ഹാച്ചിനോസ് എന്നൊന്നും പറഞ്ഞ് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ഉടക്കില്ല. അപ്പോൾ നമ്മൾ ഇത്രയും ഹൈപ്പ് കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ ഗോഡ് വാലി ഇൻസിഡൻറ്റ് നടക്കാനുള്ള കാരണം നമ്മുടെ ഷാക്കിയാണ്. നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സിനും നമ്മുടെ ഷാക്കിനോടുള്ള ക്രഷ് അതാണ് നമ്മുടെ ഗോഡ് വാലി ഇൻസിഡൻറ്റിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം നമ്മുടെ ഗോഡ് വാലിയിലേക്ക് നമ്മുടെ റോജറും വന്നത്. കാരണം നമുക്കറിയാം റോജറിനും നമ്മുടെ ഷാക്കിനോട് ക്രഷ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല അവിടെ നടക്കുന്ന ടൂർണമെൻറ്റിൻ്റെ വിന്നേഴ്സിന് അവിടെയുള്ള ഡെവിൾ ഫ്രൂട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ ഇതറിഞ്ഞിട്ടായിരിക്കും നമ്മുടെ മറ്റുള്ള ക്യാരക്ടേഴ്സും നമ്മുടെ ഷാക്കിനെ രക്ഷപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ഡെവിൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മുടെ ഗോഡ് വാലിയിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ തിയറി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഷാക്കിയാണ് ഗോഡ് വാലിയുടെ കാരണം എന്നാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നത്. ബൈ ബൈ.